ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ഛനും അച്ഛമ്മയും കൂടെ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. ഇവിടെയുള്ള ജീവിതം ആ കുട്ടി പതുക്കെ പതുക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. സുധാകര നമ്മളായിട്ട് അതില്ലാന്ന് വിചാരിക്കുന്നതാ. മാഷോറും ഇവിടെ എന്ത് സൗകര്യം ഉണ്ടായിട്ടമ്മേ, ജഡ്ജ് ശങ്കരനാരായണന്റെ വീട്ടിൽ എന്തൊക്കെ സൗകര്യത്തിൽ ജീവിച്ച കുട്ടിയാവളെ. അച്ഛമ്മ പറയും അത് മനസ്സിന്റെ തീരുമാനമല്ലേ സുധാകര. തറവാടിന്റെ മുഴുവൻ സൗകര്യങ്ങൾ വേണ്ടെന്ന് വെച്ച് അച്ഛനെ ധിക്കരിച്ച് കമലയുടെ കൈ പിടിച്ച് ഇറങ്ങി പോരുമ്പോ നിന്റെ കയ്യിലെ എന്താ ഉണ്ടായിരുന്നത്? ഒരു വീടിന്റെ ചായ്പിൽ ഒരു മുറിയും അടുക്കളയായിട്ട് ജീവിതം തുടങ്ങുമ്പോ നീയും അവളും കൈവിട്ടു പോന്ന സൗകര്യങ്ങളെ കുറിച്ചോർത്ത് വിഷമിച്ചിരുന്നോ? നിന്റെ ഭാര്യ ഉപേക്ഷിച്ചു വന്ന സൗകര്യങ്ങളെ ചൊല്ലി സങ്കടപ്പെടാത്ത നീ മരുമകൾ ഉപേക്ഷിച്ചു പോന്ന സൗകര്യങ്ങളെ ഓർത്ത് എന്തിനാ വിഷമിക്കുന്നത്? മാഷ് പറയും എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ ഇറങ്ങിപ്പോന്നത് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയായിരുന്നു. ആ തീരുമാനത്തിന് പിന്നില് എനിക്ക് അവളോട് ഒരുപാട് കാലം നീണ്ടുനിന്ന ഒരു ഇഷ്ടവും ഉണ്ടായിരുന്നു. അച്ഛന്മാരും അത് സമ്മതിച്ചു. ആ പ്രേമാണ് നിങ്ങൾ ആ തീരുമാനം എടുപ്പിച്ചത്. പക്ഷേ നിന്റെ മകന്റെ കാര്യത്തിൽ മറച്ചായിപ്പോയി. അവനോടൊപ്പമേ ജീവിക്കൂന്ന് ആ പെൺകുട്ടി തീരുമാനിച്ചതിന് ശേഷമാണ് അവരുടെ പ്രേമം ആരംഭിക്കുന്നത്. ഒരാണിനെയും പെണ്ണിനെയും അവര് പോലും അറിയാതെ ഏതോ ഒരു നിമിഷത്തിൽ കാണാൻ കഴിയാത്ത കയറുകൊണ്ട് ഈശ്വരൻ ഒരു കെട്ടുകിട്ടും. ആ കുടുക്കാണ് പ്രേമം. അതെപ്പോഴാണെന്ന് ആർക്കറിയാ? വീട്ടുകാര് തമ്മിൽ ഉറപ്പിച്ച് കല്യാണം കഴിച്ച് കുട്ടികളായിട്ടും ആ കുടുക്കിൽ പെടാത്ത ദമ്പതിമാരുണ്ട് സുധാകര. പ്രേമം എന്താണെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തവര് തിരിച്ച് ഒരുപാട് കാലം പ്രേമിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോ ആ കുരുക്ക് അഴിഞ്ഞു പോയവരും ഉണ്ട്. ജീവിക്കാൻ തുടങ്ങിയപ്പോ പ്രേമം ഇല്ലാതായി പോയവർ ഈ രണ്ടു കൂട്ടരിലും പെടാത്ത ആൾക്കാരുണ്ട്. അതിൽപ്പെട്ടവരാണ് വിക്രമും വേദയും. ഒരു തീരുമാനത്തിന്റെ പുറത്ത് വിക്രമിന്റെ വീട്ടിൽ ജീവിക്കാൻ വന്ന വേദ അവളോടൊപ്പം ജീവിക്കില്ലെന്ന് തീരുമാനിക്കുന്ന വിക്രം. പക്ഷെ അവര് പോലും അറിയാതെ ഏതോ ഒരു നിമിഷത്തിൽ ദൈവം അവർക്കിടയിലെ ആ കുരുക്കിട്ട് കഴിഞ്ഞു. ഇനി അവർക്ക് മാറാൻ പറ്റില്ല സുധാകര. ഈശ്വരൻ തീരുമാനിച്ചതാണ് അവരെ. മനുഷ്യർക്ക് പിരിക്കാൻ കഴിയില്ല. അച്ഛൻ പറയും ഈ വാക്ക് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് അവളുടെ മുത്തശ്ശി പറഞ്ഞിട്ടാ. അങ്ങനെ ഈശ്വരൻ തെരഞ്ഞെടുത്തതാണ് ആ ബന്ധമെങ്കിൽ നാളെ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി ആ മണ്ഡപത്തിൽ വെച്ച് അവരുടെ വിവാഹം നടക്കണം. ഈ കാര്യത്തില് ദൈവത്തിന് പ്രത്യേക താല്പര്യമുണ്ടെന്ന് ഞാൻ സമ്മതിക്കാം. അച്ഛമ്മ പറയും നീ സമ്മതിക്കേണ്ടി വരും സുധാകര എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മ അവിടുന്ന് പോവാ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രത്തിന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു ബാച്ചിലർ പാർട്ടി നടത്താണ്. അങ്ങനെ വിക്രത്തിനെ വിളിക്കാൻ പറയുമ്പോ വേണ്ടടാ, നാളെ അവന്റെ ഡേ അല്ലേ, അവൻ ഉറങ്ങട്ടെ. അപ്പം അനിയൻകുട്ടൻ പറയും കല്യാണം കഴിഞ്ഞെങ്കിലും അവനിപ്പോഴും ബാച്ചിലറാ. എന്തായാലും വീട്ടുകാരുടെ അനുഗ്രഹത്തോടെ കല്യാണം നടക്കാൻ പോവല്ലേ. അത് കേൾക്കുമ്പോ പുളിക്കല് പറയും എവിടെ, അവളുടെ ഏട്ടൻ സമ്മതിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ അവനിപ്പോഴും വിക്രത്തെ കൊല്ലാൻ നോക്കുന്നത്. ഇത് കേൾക്കുമ്പോ അനിയൻകുട്ടനും ജോസഫും ഞെട്ടും. അപ്പൊ അവരാണോ വിക്രത്തെ ആക്രമിച്ചത്? പുളിക്കല് പറയും പിന്നല്ലാതെ. അഭിലാഷിനെ പിടിച്ച് ശരിക്കൊന്ന് കുടഞ്ഞപ്പോ അവൻ മണി പോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവന് കൂട്ടും തന്നത് അവന്റെ ഭാര്യയുടെ അച്ഛൻ ചന്ദ്രശേഖരനാ. ഇത് കേൾക്കുമ്പോ ഇവര് ശരിക്കും ഒന്നുകൂടെ ഞെട്ടുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യണ്ടെന്നാ ശ്രീനി സാറിനോട് അവൻ പറഞ്ഞത്. ആ കല്യാണം നാളെ നടത്തില്ല അവൻ, എങ്ങനെങ്കിലും അത് മുടക്കും. അപ്പൊ ജോസഫ് അനിയൻകുട്ടൻ ചോദിക്കും അപ്പൊ ആ കുട്ടിയെ അവന് ഇഷ്ടല്ലേ? ജോസഫ് പറയും ഇഷ്ടം കൂടിപ്പോയതാണ് ഇവിടുത്തെ പ്രശ്നം. അവന്റെ കൂടെ ആ കുട്ടിയുടെ ജീവിതം നശിക്കരുതെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രേമം തലയിൽ കയറി ആസിഡ് ഒഴിച്ച് കൊന്നു കളയുന്നവരെയും സ്വയം നശിക്കുന്നവരെയൊക്കെ അല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അവളോടുള്ള പ്രണയം കൊണ്ട് അവൻ അവളെ ഒഴിവാക്കുന്നതാണെങ്കിലോ? എന്തായാലും നാളെ മുഹൂർത്താവട്ടെ, നമുക്ക് നോക്കാടാ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദയാണ്. വേദ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഈ സമയം വേഗം പോയി ജനവാതിലൊക്കെ ക്ലോസ് ചെയ്യും. ഈ സമയത്ത് ആലോചിക്കുന്നത് അന്ന് ആദ്യമായിട്ട് വിക്രത്തിന്റെ വീട്ടിൽ പോയപ്പോ മഴ പെയ്തിരുന്ന ആ കാര്യങ്ങളാണ്. ഇതേ സമയം വിക്രമും ഈ മഴ പെയ്യുമ്പോ വേദ ആദ്യമായിട്ട് അവിടെ വന്ന് നിന്ന ദിവസം ഫുൾ മഴ കൊണ്ട് പുറത്തു നിന്നത് ആലോചിക്കുന്നത്. ശേഷം അങ്ങോട്ട് അവർ ഒന്നിച്ചുണ്ടായിരുന്ന ഓരോരോ നല്ല നല്ല ദിവസങ്ങളും നല്ല നല്ല നിമിഷങ്ങളും ആലോചിക്കാണ്. പെട്ടെന്ന് വേദയുടെ കണ്ണ് നിറയും. ഇങ്ങനെ കരഞ്ഞിരിക്കുമ്പോ ഇത് കണ്ടായിരിക്കും ശ്രീചേർത്തി വരുന്നത്. എന്തു പറ്റിയത്? എന്താ മോളെ, കാര്യം പറ. വേദ പറയും ഇവിടെ വന്നിട്ട് ഇത്രയും നാളും എനിക്ക് കരയാൻ തോന്നിയിട്ടില്ല ശ്രീചേർത്തി, പക്ഷെ ഇപ്പൊ തോന്നാ എന്ന് പറഞ്ഞ് കരയും. ശ്രീചേർത്തി ചേർത്ത് പിടിച്ചിട്ട് പറയും ഈ കണ്ണുനീര് വരാൻ പോകുന്ന സന്തോഷത്തിന്റെയാ, ഉറപ്പ്, കരയല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുക. അതിനുശേഷം പിറ്റേ ദിവസം, അതായത് കല്യാണത്തിന്റെ ഡേ ആയിട്ടുണ്ട്. വേദയുടെ അച്ഛൻ ഒരുങ്ങി റെഡിയായി പോകാൻ നിൽക്കുമ്പോ അച്ഛനിത് എങ്ങോട്ടാ? അച്ഛൻ ചോദിക്കും എന്താ നീ വരുന്നില്ലേ? ശ്രീക്കും എവിടേക്ക്? അച്ഛൻ പറയും നീ എന്താ ഒന്നും അറിയാത്ത പോലെ. അമ്മയും മുത്തശ്ശിയും ദീപ്തിയൊക്കെ തയ്യാറായി നിൽക്കല്ലേ? ശ്രീ ചോദിക്കും അത് തന്നെ എനിക്ക് അറിയേണ്ടത്, അവരുടെ ഭ്രാന്ത് അച്ഛനും തുടങ്ങിയോ? അപ്പോഴേക്കും എല്ലാവരും കൂടെ മാറ്റി റെഡിയായി അങ്ങോട്ട് വരും. അച്ഛനും കൂടെ ഇതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചെന്ന് ഓർക്കുമ്പോഴാ എന്തൊരു പ്രഹസനായത്. ഇതൊക്കെ കേട്ടുകൊണ്ടായിരുന്ന അച്ഛമ്മ അല്ല മുത്തശ്ശി ചോദിക്കും പ്രഹസനോ? എന്താ നീ പറയുന്നത്? നിങ്ങളെ എല്ലാവരെയും വിഡ്ഢിവേഷം കെട്ടിച്ച് അവിടെ എത്തിക്കാനുള്ള അവന്റെ പരിപാടി പിന്നെ പ്രഹസനം എന്നല്ലാതെ പിന്നെന്താ പറയാ? വർഷയെ അവളുടെ വീട്ടുകാരും എന്നെ കളിയാക്കുന്നത്. മുത്തശ്ശിക്കും അവളെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ശ്രീക്കും പിന്നെ അവളിതിനെ സപ്പോർട്ട് ചെയ്യണോ?
മുത്തശ്ശി പറയും സപ്പോർട്ട് ചെയ്യും വേണ്ട, എതിർക്കാൻ വേണ്ട. കുടുംബമായിട്ട് പങ്കെടുക്കാൻ പോകുമ്പോ അതിനെ പരിഹസിക്കേണ്ട ഒരു കാര്യവും വർഷയ്ക്കില്ല. നിറവയറുമായി ഇരിക്കുന്ന പെണ്ണല്ലേ, മനസ്സിനെ സന്തോഷിക്കുന്ന എന്തെങ്കിലും ആലോചിക്കാൻ പറ. അല്ലാതെ ഇമാതിരി ദുഷിപ്പ് പറയല്ല വേണ്ടത്. ശ്രീ പറയും ഇവിടുത്തെ വേദയെ ഏതോ ഒരുത്തൻ ബലമായി താലി കെട്ടിയതുപോലെ ഏതോ ഒരു അമ്പലനടയിൽ വെച്ച് പിടിച്ചു കെട്ടിക്കൊണ്ട് വന്നതല്ല അവളെ. നിങ്ങളെല്ലാവരും പിടിച്ചു കെട്ടിച്ചതാ. അന്യായ ഒരു സ്ത്രീയല്ല, അമ്മയുടെ ആങ്ങളയുടെ മോള്. ആ നിലയ്ക്ക് അവൾ ഈ കുടുംബത്തിലെ പെണ്ണാ. അഭിപ്രായം പറയാൻ അവൾക്ക് അവകാശമുണ്ട്. മുത്തശ്ശി പറയും ഇത് ജില്ലാ ജഡ്ജ് ശങ്കരനാരായണന്റെ കുടുംബാണ്. ഇവിടേക്ക് കയറി വന്നവരാ നിന്റെ അമ്മയും നിന്റെ ഭാര്യയും. ഈ കുടുംബത്തിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയുമ്പോ അതും കൂടെ മനസ്സിൽ വെച്ച് വേണം പറയാൻ ചോദിച്ചത്. ശ്രീകാന്ത് പറയും അവന്റെ ലക്ഷ്യം അച്ഛനെ അവിടെ വിളിച്ചു വരുത്തി അപമാനിക്കാന്നുള്ളതായതുകൊണ്ട്. പങ്കജൻ ചോദിക്കും നീ എന്താ പറഞ്ഞത്, എനിക്ക് മനസ്സിലായില്ല. ശ്രീകാന്ത് പറയും അമ്മ നോക്കിക്കോ, ഇന്ന് അവൻ അവളുടെ കഴുത്തിൽ ആ താലിമാല ചാർത്തില്ല. മുത്തശ്ശിക്കും നീ എന്തൊക്കെയാ പറയുന്നത്, അമ്മയ്ക്കും നീ എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത്, അവൻ പലരുടെ അടുത്തും പറഞ്ഞു നടക്കുന്നു അമ്മേ. മുത്തശ്ശിക്കും എന്ത് വിവാഹം നടക്കില്ലെന്നോ? ശ്രീകാന്ത് പറയും അവനെ കോടതി കയറ്റിയതിനും പോലീസ് സ്റ്റേഷനിൽ കയറ്റിയതിനും പകരമായിട്ട് അവന്റെ കല്യാണത്തിന് അവന്റെ അച്ഛന്റെ അമ്മയുടെയും മുന്നിൽ വെച്ച് നമ്മുടെ അച്ഛനെ അപമാനിക്കുന്നേ. മുത്തശ്ശി അപ്പൊ തന്നെ പറയും പച്ചക്കള്ളം, അവൻ അങ്ങനെ ഒരിക്കലും പറയില്ല. ശ്രീകാന്ത് പറയും ഹോ, അപ്പൊ മുത്തശ്ശിക്ക് എന്നെക്കാളും വിശ്വാസം അവനെയാണല്ലേ. അച്ഛനെ പോലെ ഒരാളെ അവന്റെ ചതിയിൽ ചെന്ന് പെടരുത് പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. മുത്തശ്ശി പറയും അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിലോ നമ്മൾ ചെല്ലാതിരിക്കുന്നതാവില്ലേ അതിനേക്കാളും വലിയ ചതി. അതാ കുടുംബത്തെ വീണ്ടും അപമാനിക്കുന്നതിനും തുല്യല്ലേ. അപ്പൊ ശ്രീകാന്തിന്റെ അനിയത്തി പറയും ഞാനൊരു കാര്യം പറയട്ടെ, ചേട്ടനും അച്ഛനും വരണ്ട, നമുക്ക് 3 പേർക്കും പോയിട്ട് വരാം. അത് ശരിയാണോ? പെൺകുട്ടിയുടെ അച്ഛൻ ചെല്ലാണ്ടിരുന്ന ദീപ്തി പറയും നമുക്ക് എന്തെങ്കിലും നുണ പറയാന്നേ, അച്ഛന് അടിയന്തരമായി കോടതിയിൽ പോകേണ്ടി വന്നെന്നോ അങ്ങനെ എന്തെങ്കിലും. പങ്കം പറയും എങ്കിലും അത് മോശമാവില്ലേ ദീപ്തി. ദീപ്തി പറയും ഒരു മോശമില്ല, കെട്ട് കഴിഞ്ഞ ഉടൻ നമുക്ക് അച്ഛനൊരു മെസ്സേജ് അയക്കാം, അപ്പൊ അച്ഛൻ അങ്ങോട്ട് വരട്ടെ. സമയത്ത് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ചെന്നു എന്നുള്ളൊരു സമാധാനം പിന്നെ ചേച്ചിക്ക് ഉണ്ടാവും. അതുപോലെ ശ്രീകാന്തിനെ അതൊക്കെയാണ്. എങ്കിലും പറയും അതിന്റെ ഒന്നും കാര്യമില്ല ദീപ്തി. പങ്കജം പറയും കാര്യമുണ്ട്, ദീപ്തി പറഞ്ഞതുപോലെ ചെയ്യാം, നമുക്ക് ഇറങ്ങാമേ. ശങ്കരേട്ടൻ ഇവിടെ ഇരിക്കട്ടെ, എല്ലാം മംഗളമായിട്ട് നടക്കുന്ന ഉറപ്പായ നമുക്ക് മെസ്സേജ് അയക്കാം, അപ്പം വരട്ടെ ശങ്കരേട്ടൻ. മുത്തശ്ശി പറയും ഭഗവാൻ നീ എന്തൊക്കെയാ കരുതി വെച്ചിരിക്കുന്നത്, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ശ്രീകാന്ത് പറയും നടക്കുന്നത് ശുദ്ധ അസംബന്ധം, അത് പക്ഷെ ഭഗവാന്റെ പിടിപ്പുകേടുകൊണ്ടല്ല നിങ്ങളുടെ പിടിപ്പുകേടുകൊണ്ട് എന്ന് പറഞ്ഞ ശ്രീകാന്ത് അവിടുന്ന് പോകും. ശങ്കരനാരായണൻ പറയും നിങ്ങൾ ചെല്ല് പത്മോ. ശ്രീകാന്ത് പറഞ്ഞതുപോലെ അങ്ങനെ പദ്ധതി ഒളിപ്പിച്ചു വെച്ചിട്ടാണ് അവന്റെ ഈ നാടകമെങ്കിൽ അവിടെ വന്ന് നാണം കെടാൻ ഞാനില്ല. ദീപ്തിയോട് പറയും നിങ്ങൾ പോയിട്ട് വാ, എല്ലാം മംഗളമായിട്ട് നടക്കുകയാണെങ്കിൽ എന്നെ അറിയിക്കേ. ശരി അച്ഛാ, അമ്മ വാ എന്ന് പറഞ്ഞ് അമ്മേനെയും മുത്തശ്ശിനെയും കൂട്ടി ദീപ്തി അവിടെ നിന്ന് ഇറങ്ങാണ്. ഇതേസമയം മണ്ഡപത്തിലെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടക്കാണ്. എല്ലാവരും നല്ല ആക്റ്റീവാണ്. അങ്ങനെ വന്നവരൊക്കെ പറയും ഈ കല്യാണത്തോട് കൂടി വിക്രമ കുട്ടിയുടെ കഴുത്തിൽ 3ാമത് കെട്ടാൻ പോവാ. 3ാമതോ? ആ അതേന്നെ, മാഷിന്റെ തറവാട്ടമ്പലത്തിൽ കൊണ്ടുപോയി മാലയിട്ടതല്ലേ, ഇനിയൊന്നും പറയാതിരിക്കുന്നതാ ഭേദം, നമുക്ക് അവിടേക്ക് ഇരിക്കാം എന്ന് പറഞ്ഞ് ആ തങ്കവും കൂട്ടരും കൂടെ അവിടെ പോയിരിക്കും. ഇതേസമയം വിക്രമാണെങ്കിൽ ഇപ്പോഴും റെഡി ആയിട്ടില്ല. മുണ്ടും നോക്കി ഇങ്ങനെ അവിടെ ഒരേ ഒരു ഇരിപ്പ. അനിയനും ജോസഫും അവിടെ തന്നെയുണ്ട്. അവരും വിക്രമിനെ നോക്കിയിരിക്കും. എടാ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? വിക്രം ചോദിക്കും പിന്നെ ഞാനെന്ത് വേണം? അനിയൻകുട്ടൻ പറയും എടാ റെഡി ആവണ്ടേ? വിക്രം ചോദിക്കും എന്തിനെ? എന്റെ 16 അടിയന്തരത്തിനോ? ജോസഫ് ചോദിക്കും അങ്ങനെയാണെങ്കിൽ നീ ഇതുവരെ കൊണ്ടെത്തിച്ചത് എന്തിനാ? വിക്രം ചോദിക്കും ആരെത്തിച്ചു? ഞാനോ? അനിയൻകുട്ടൻ പറയും പിന്നെ ഞങ്ങളോ? ഇതൊക്കെ ആ തള്ളയുടെ പണിയാ, അവളും കൂടെ ചേർന്നിട്ട് ഈ ഗൂഢാലോചന. ജോസഫ് പറയും പറ്റില്ലെങ്കിൽ നിനക്ക് മുഖത്ത് നോക്കി പറയാമായിരുന്നില്ലേ, ഇവിടെ വരെ എത്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. വിക്രം പറയും ഞാൻ ആദ്യം ഇതിനെതിരായിരുന്നു. അനിയൻകുട്ടൻ ചോദിക്കും എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? വിക്രം പറയും ആ, നീ ശരിക്കും അവളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ ഈ കല്യാണത്തിന് സമ്മതിക്കാത്തത്? വിക്രം പറയും മനസ്സിലായില്ല. അനിയൻകുട്ടൻ പറയും വേദയോട് നിന്റെ ഉള്ളിലെ ശരിക്കും ഇഷ്ടമുണ്ട്, അവളുടെ ജീവിതത്തില് ഒന്നും പറ്റരുതെന്ന് കരുതിയിട്ടല്ലേ നീ വിവാഹത്തിന് മാറി നിൽക്കാൻ തീരുമാനിച്ചത്? വിക്രം പറയും ഇഷ്ടോ അവളോടോ? നിങ്ങൾക്ക് എന്താ തലയ്ക്ക് സുഖമല്ലേ? അനിയൻകുട്ടൻ പറയും ഇക്കണക്കിൽ പോയാ തലയ്ക്ക് ഓളം പോകുന്നത് നിന്റെ തന്നെയായിരിക്കും, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. വേദ അത്രയ്ക്ക് മോശം കുട്ടിയൊന്നുമില്ലല്ലോ. വിക്രം പറയും എന്ന് ആര് പറഞ്ഞു? അത്രയും നല്ല കുട്ടി എന്റെ ജീവിതത്തിൽ വേണ്ട, അത്രേ ഉള്ളൂ. അനിയൻകുട്ടൻ പറയും അത് തന്നെ ഞാനും പറഞ്ഞത്. വിക്രം പറയും പക്ഷെ നിങ്ങൾ പറഞ്ഞത് അവളോട് എനിക്ക് ഇഷ്ടമുണ്ടെന്നാ. അനിയൻകുട്ടൻ ചോദിക്കും അപ്പൊ ഇഷ്ടമില്ല? വിക്രം പറയും ഇല്ല ഇല്ല ഇല്ല. അപ്പൊ അനിയൻകുട്ടൻ പറയും വേണ്ട. അപ്പൊ ബഹുമാനം ഉണ്ടോ? അല്ല, ബഹുമാനമുള്ളവരെ നമ്മളൊരു കയ്യകലത്തിലാണല്ലോ നിർത്തുക, ഭാര്യയാവുമ്പോ അടുത്തിടപഴകേണ്ടി വരുമല്ലോ, അത് ഒഴിവാക്കാനാണോന്ന് അറിയാനാ. വിക്രത്തിന് ദേഷ്യം വരും. അനിയൻകുട്ട എന്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിക്കുവേ. അനിയൻകുട്ടൻ പറയും എന്നാ നീ പുറത്തേക്ക് ചെന്നല്ല അവരോട് ഇറങ്ങി പോകാൻ പറ, ഇതിപ്പോ സകല കാര്യത്തിന് നിന്ന് കൊടുത്തിട്ട് ഇപ്പൊ ഞങ്ങളുടെ മെക്കെട്ട് കയറിയിട്ട് എന്താ കാര്യം? വിക്രം പറയും അതിന് തന്നെയാ പോകുന്നത്, അവളുടെ കഴുത്തിൽ കെട്ടിയ ആ താലിമാല ഊരുമ്പോ അത് വാങ്ങിച്ച് വലിച്ചെറിയാൻ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ ബന്ധം നടക്കില്ലെന്ന് തെളിയിച്ച അവൾ അവളുടെ പാട്ടിന് പൊയ്ക്കോളുമല്ലോ. ജോസഫ് വയ്ക്കും ഇനി നീ എന്ത് വായിച്ച? കുറച്ച് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നീ ആ കുട്ടിയെ പരസ്യമായി താലി കെട്ടി നീ ആ കുട്ടിയെ അപമാനിച്ചു, ഇനി ഇത്രയും ആൾക്കാരെ വിളിച്ചു കൂട്ടി വീണ്ടും ഏതെങ്കിലും ചെയ്യാൻ പോവാണോ? വിക്രം ചോദിക്കും വിളിച്ചു കൂട്ടിയത് ഞാനാണോന്ന്? അനിയൻകുട്ടൻ പറയും ഈ ചോദ്യം ഞങ്ങളോടല്ല, നിന്റെ അച്ഛമ്മയോട് പോയി ചോദിക്കേ, അതിനുള്ള ധൈര്യം കാണിക്കാതെയും. അതിൽ വിക്രത്തിന് അങ്ങ് ദേഷ്യം വരും, കയ്യൊക്കെ ചുമരിലിട്ടിരിക്കുന്നുണ്ട്. ജോസഫ് പറയും വിക്രം തൽക്കാലം ഈ ചടങ്ങ് നടക്കട്ടെ, അല്ലെങ്കിൽ ആ കുട്ടി വല്ലാണ്ട് തകർന്നു പോയില്ലേ.
വിക്രം പറയും അപ്പൊ ഞാൻ തകർന്നോട്ടെ അല്ലേ? ജോസഫയ്ക്കും ഇതിൽ നീ എങ്ങനെയാടാ തകരുന്നത്? വിക്രം പറയും എടാ അവൾ ഇവിടെ കയറി വന്നത് തന്നെ എന്നോട് പകരം ചോദിക്കാനാ. എല്ലാവരും സമ്മതിച്ച് ഈ വിവാഹം കൂടി നടന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് എന്നോട് പതിവിലും കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കാം. അതോടെ അവൾ എന്നെ നരകിപ്പിക്കും. ഇഞ്ചിഞ്ചായി ഞാൻ നശിക്കുന്നത് നിനക്ക് കാണണോ? അനിയൻകുട്ടനെ എഴുന്നേറ്റിട്ട് പറയും നീ എന്ത് വേണമെങ്കിലും കാണിക്കേ, ഞങ്ങളെ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പോഴേക്ക് നീ ഡ്രസ്സൊക്കെ മാറിയിട്ടിരിക്കേ. പോകുന്നേരം ജോസഫ് പറയും അതെ ശ്രീനിസാർ കല്യാണത്തിനില്ലെന്ന് പറഞ്ഞു. വിക്രം പറയും അതേതായാലും നന്നായി. ആ സമയത്ത് ഇനി എല്ലാവരും കൂടി സാറും കൂടെ അവൾക്ക് വേണ്ടി സംസാരിക്കാൻ നിൽക്കില്ലല്ലോ. അനിയൻകുട്ടൻ പറയും വാടാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അവരവിടുന്ന് പോകും. വിക്രം വീണ്ടും കല്യാണ ഡ്രസ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. ഇതിന്റെ നെക്സ്റ്റ് പ്രൊമോ കൂടെ വന്നിട്ടുണ്ട്. അതിൽ കാണിക്കുന്നത് ഒടുവില് വിക്രം വരന്റെ വേഷം അണിഞ്ഞ് മണ്ഡപത്തിലേക്ക് വരികയാണ്. അതുപോലെ വേദയും വരുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും മണ്ഡപത്തിലിരിക്കുകയാണ്. അപ്പൊ വേദ പറയും ഒരിക്കൽ ബലമായി കെട്ടിയതല്ലേ, ശ്രദ്ധയോടെ ആദരവോടെ അഴുക്കി. അങ്ങനെ വിക്രം വേദയുടെ കഴുത്തുനിന്ന് താലി അഴിക്കുക. അപ്പൊ തന്നെ അത് ശ്രീജടത്തി വാങ്ങിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശ്രീനിസാറെ വേദയുടെ അച്ഛനെ വിളിച്ച് ഫോണിൽ സംസാരിക്കുക. ഒരുപക്ഷെ വിളിച്ചിട്ട് ശ്രീകാന്ത് ചെയ്തിരിക്കുന്ന ആ ചതി പറയാനായിരിക്കാം. പിന്നീട് കാണിക്കുന്നത് മണ്ഡപത്തിലാണ്. കമലം പറയും ആൾക്കാരെ നോക്കുന്നേ, മാല ചാർത്ത്. അപ്പൊ വിക്രം പറയും ചാർത്താനല്ല പോകുന്നത്, ഇത് അവസാനിപ്പിക്കാനാ. എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും ദീപ്തിക്ക് ഒരു കോള് വരികയാണേ. അച്ഛൻ അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്നതും പരിസരം നിറഞ്ഞ് അയ്യോ അച്ഛ എന്നിങ്ങനെ വിളിക്കുമ്പോ എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിക്കാനേ. വേദയും വിക്രമും മുത്തശ്ശിയും അച്ഛമ്മയും എല്ലാവരും ഞെട്ടിലോടെ ഇങ്ങനെ നിൽക്കുന്നതും അവര് സംഭവം പറഞ്ഞ് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഞാനും വരുന്നു എന്ന് പറഞ്ഞ് വേദയും ആ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. ഇനി ഒരു പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ചായിരിക്കാം വിക്രം വേദയുടെ അച്ഛന്റെ മുന്നിൽ വെച്ച് വേദയുടെ കഴുത്തിൽ താലി കെട്ടുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ പ്രതീക്ഷ. അപ്പോ ആ ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്